വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. റീസെൻ്റ്ലി നടന്ന S2 റെഗുലർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മൊഡ്യൂൾ 3 വരെയുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ മൊഡ്യൂൾ 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യുക. ഓക്കെ, നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. A frustum of a cone of base diameter 50 mm and top diameter 30 mm and height 50 mm resting upon its base on HP. Draw the isometric view of the frustum. ഒരു സിമ്പിളാണ്. ഒരു കോണിൻ്റെ ഫ്രസ്റ്റത്തിൻ്റെ ഐസോമെട്രിക് വ്യൂ വരച്ചാൽ ഫസ്റ്റ് നേരെ നമ്മൾ ഓർത്തോഗ്രാഫിക് വ്യൂയിലേക്ക് പോകാം. കോണാണ്, ബേസ് ഡയമീറ്റർ 50, ടോപ്പ് ഡയ 30. ഓക്കെ, അപ്പോൾ 50ക്കുള്ള സ്പേസ് വിട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ടോപ്പ് വരയ്ക്കാം. ലാർജർ ഡയമീറ്റർ എന്ന് പറയുന്നത് 50 mm ആണ്. അപ്പോൾ ബേസ് റേഡിയസ് 25 mm എടുത്ത് ഫസ്റ്റ് ഡാർക്കായിട്ട് തന്നെ വരയ്ക്കാം. ഓക്കെ, ഔട്ടർ സർക്കിൾ ഡയമീറ്റർ 50 mm ഔട്ടർ സർക്കിളാണ്. ടോപ്പ് ഡയമീറ്റർ വരുന്നത് 30 mm ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അടുത്ത സർക്കിൾ വരും 30 mm ഡയമീറ്റർ ഉള്ളത്. അവിടെ വിസിബിലിറ്റി ഇഷ്യൂസ് ഒന്നും വരില്ല. രണ്ട് സർക്കിളും വിസിബിൾ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ടോപ്പി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയുള്ള ടോപ്പി. ഒരു ലാർജർ സർക്കിൾ 50 mm ഡയമീറ്റർ, ദെൻ സ്മോളർ സർക്കിൾ 30 mm ഡയമീറ്റർ. നമുക്ക് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ആക്സിസ് ഹൈറ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ടോപ്പ് വരുമ്പോഴത്തേക്കും താഴെ 50 mm ബേസ് ഡയമീറ്റർ ആണ്. മുകളിലേക്ക് പോകുമ്പോൾ 30 mm ആണ് മുകളിൽ. ഹൈറ്റ് വരുന്നത് 50 mm. ഓക്കെ, അപ്പം അകത്തെ സർക്കിളിൻ്റെ അകത്തെ സർക്കിളിൻ്റെ എക്സ്റ്റീരിയർ പോയിൻറ്റ്സിൽ നമുക്ക് ഹൈറ്റ് മാർക്ക് ചെയ്യാം. 50 mm ഹൈറ്റ്. ഇതെന്ന് പറയുന്നത് 30 mm. അതായത് ടോപ്പ് ബേസ് 30 mm ഡയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വരുമ്പോഴത്തേക്കും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരിക. അതുപോലെ ബോട്ടം സ്ട്രെയിറ്റ് ലൈൻ രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് രണ്ട് കോൺസെൻട്രിക് സർക്കിളാണ് ഫ്രണ്ട് വ്യൂയിൽ വരിക. ടോപ്പ് വ്യൂയിൽ ഈ ഐസും വരും. ഓക്കെ, അപ്പോൾ നേരെ ഐസോമെട്രിക് വ്യൂയിലേക്ക് പോകും. പ്രൊജക്ഷൻ അല്ല, വ്യൂ ആണ്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ട്രൂ ലെങ്ത് എടുത്ത് മാർക്ക് ചെയ്ത് പോകാം. കുറച്ചുകൂടെ സിമ്പിളാണ്. രണ്ടും സിമ്പിളാണ്, ടൈം കൺസ്യൂമിങ് അല്ല എന്നുള്ളത് മാത്രമാണ്.
നമുക്കറിയാം ബോക്സ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ അപ്പോൾ നമ്മൾ ഈ ഒരു സർക്കിളിനെ ബോക്സിലാക്കും. ബോക്സ് നെയിം ചെയ്യാം 1 2 3 4. നമുക്കറിയാം 1 2 3 4 എല്ലാ ലൈൻസും ഹൊറിസോണ്ടൽ ലൈൻസ് തന്നെയാണ്. നമുക്ക് 30 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കി വരയ്ക്കാം. രണ്ട് സൈഡിലേക്കും 30 ഡിഗ്രി മാർക്ക് ചെയ്യാം. ദെൻ 120 ലെങ്ത് എടുത്ത് ആ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാം. നമുക്കറിയാം ലെങ്ത് എല്ലാം സെയിം ആയിരിക്കും, സർക്കിൾ ആയതുകൊണ്ട് ലെങ്ത് എല്ലാം 50 mm തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം താഴെ വരുന്ന ബോക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 1 2 3 4. ഓക്കെ, ആ ഒരു ബോക്സ് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ അകത്ത് സർക്കിളിൻ്റെ ഐസോമെട്രിക് വ്യൂ, സർക്കിളിൻ്റെ ഐസോമെട്രിക് വ്യൂ നമുക്കറിയാം എലിപ്സ് ആയിരിക്കും വരിക. 4 സെൻറ്റർ മെത്തേഡ് വഴി എലിപ്സ് വരയ്ക്കണം. ഓക്കെ, അത് വരയ്ക്കുന്നതിന് മുമ്പ് ഞാൻ അകത്തെ ഒരു സർക്കിളിനെ കൂടെ ബോക്സിലാക്കുകയാണ്. ആ ബോക്സ് ഇവിടെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. ഇത് വരച്ച് കഴിഞ്ഞ് ചെയ്താലും മതി. ഇപ്പം എന്തായാലും വരയ്ക്കുന്നതിന് മുമ്പാണ് വരച്ചിടുകയാണ്. ഓക്കെ, അകത്തെ ബോക്സ് 5 6 7 8. ഈ ഒരു ബോക്സ് ഞാൻ ഇവിടെ തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, അപ്പം 2 തൊട്ട് സെയിം ലെങ്ത് ആണ് എല്ലായിടത്തും വരുന്നത്. ഇപ്പോൾ അകത്ത ബോക്സ് 5 6 7 8 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തന്നെ അതിൻ്റെ ഹൈറ്റ് നമുക്ക് പറയും. ഈ ബോക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഒരു ഹൈറ്റിൽ മുകളിലേക്ക് നിൽക്കേണ്ടതാണ്. അതായത് 50 mm മുകളിലേക്കാണ് ഈ ഒരു ബോക്സ് നിൽക്കേണ്ടത്. വെർട്ടിക്കൽ ലൈനകത്ത് നമുക്ക് വെർട്ടിക്കലി എടുത്ത് മാർക്ക് ചെയ്യാം. 50 mm നേരെ മുകളിലേക്ക് ബോക്സിൽ നിന്ന് എൻഡിൽ നിന്നെല്ലാം മാർക്ക് ചെയ്യാം. ഇപ്പോൾ മുകളിലെ 4 പോയിൻറ്റ്സും കിട്ടി. ടോപ്പിലെ ബോക്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, 2 ബോക്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബോക്സിൽ ഒരു എലിപ്സ് വരയ്ക്കുക, ഈ ബോക്സിൽ എലിപ്സ് വരയ്ക്കുക, 2 ടാൻജൻറ്റ് വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ 4 സെൻറ്റർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ ഹാഫ് ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് വയ്ക്കാം. ടോട്ടൽ 50 നമുക്കറിയാം. അതിൻ്റെ ഹാഫ് വരുമ്പോൾ 25 ആണ് വരിക.
ദെൻ ഫോർ സെൻറ്റർ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നു. ഒരു പോയിന്റ് സെലക്ട് ചെയ്യുന്നു, ഓപ്പോസിറ്റ് രണ്ട് ലൈനിൻ്റെ മിഡ് പോയിന്റിലേക്ക് ലൈൻ, then ഒരു ലാർജർ ഡയഗണൽ. നമുക്ക് സെൻറ്റേഴ്സ് കിട്ടി. അത് നമ്മൾ ലൈറ്റായിട്ട് വരയ്ക്കുന്നുള്ളൂ. പെൻസിൽ കൊണ്ടാണ് വരയ്ക്കുന്നത്. വിസിബിലിറ്റിയുടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവാം. നമുക്കിനി അടുത്ത് വരയ്ക്കുമ്പോൾ പെണ്ണുകൊണ്ട് വരയ്ക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്തെ ആ ഒരു എലിപ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡാർക്ക് ആക്കിയില്ല, വളരെ ലൈറ്റായിട്ടാണ് വരച്ചത്. മുകളിൽ ഇതുപോലെ തന്നെ മുകളിലും ഒരു എലിപ്സ് വരയ്ക്കണം. അതിനുണ്ട് അവിടെ നമുക്ക് സെൻറ്റേഴ്സ് ലൊക്കേറ്റ് ചെയ്യാം. 30 mm ആണ് അവിടുത്തെ സൈഡ് വരുന്നത്. ഇവിടെ നമ്മൾ ഫോർ സെൻറ്റർ മെത്തേഡ് അപ്ലൈ ചെയ്ത് എലിപ്സ് വരയ്ക്കും. നാല് സെൻറ്റേഴ്സായി. ദെൻ എലിപ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ടോപ്പിൽ എലിപ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഡാർക്കായിട്ട് തന്നെ വരച്ചു. ടാൻജൻ്റ് വരയ്ക്കാം. ഈ എലിപ്സിനും ടാൻജൻ്റ് വന്ന രീതിയിൽ ഡാർക്ക് ലൈൻ വരയ്ക്കാം. നമുക്ക് വിസിബിലിറ്റി നോക്കി മാർക്ക് ചെയ്യാം. ഇങ്ങോട്ടുള്ള ആർക്ക് മൊത്തം വിസിബിൾ ആയിരിക്കും. ഇത് ആക്ച്വലി കോമ്പസ് കൊണ്ട് തന്നെ ഫോർ സെൻറ്റർ മെത്തേഡ് വെച്ച് തന്നെ മാർക്ക് ചെയ്യുന്നതാണ് നല്ലത്. എല്ലാം മാർക്ക് ചെയ്ത് സമയമുണ്ടെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാതെ കോമ്പസും പെൻസിലും അല്ലെങ്കിൽ കോമ്പസ് പെൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ഇന്നർ പോർഷൻസ് അല്ലെങ്കിൽ ഇന്നർ സർക്കിൾ ഡോട്ടഡ് ആയിരിക്കും. ഡോട്ട് മാർക്ക് ചെയ്യാം. ദെൻ ആക്സിസ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓൾറെഡി നമുക്ക് പോയിൻറ്റ്സ് ഉണ്ട്, സെൻറ്റർ പോയിൻറ്റ്സ്. ഇത്ര വരയ്ക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്. അതായത് ഫസ്റ്റ് ടൈം ഓഫ് എ കോണാണ് ചോദിച്ചിരുന്നത്. ടോപ്പിൽ 2 സർക്കിൾ വരും. ഹൈറ്റ് തന്നിട്ടുണ്ട് 50 mm. അപ്പോൾ ആ ഹൈറ്റ് 50 mm, ടോപ്പിലെ ബേസ് ഡയ 30 mm. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്പിയർ ഓഫ് 50 mm ഡയമീറ്റർ റെസ്റ്റിംഗ് സെൻട്രലി ഓൺ എ ക്യൂബ് ഓഫ് 30 mm സൈഡ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് വരയ്ക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ്. ക്യൂബിന് വരെ എനിക്ക് തോന്നുന്നു ഒരു സ്ക്വയർ പ്രസോ സ്ക്വയർ സ്ലാബോ അതോ ക്യൂബാണെന്ന് ഓർമ്മയില്ല. എന്തായാലും ഒരു സ്ക്വയർ സ്ലാബിന് മുകളിലൊരു സ്പിയർ ഇരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അത് റീസെൻ്റ്ലി 2-3 days ബാക്ക് ഡിസ്കസ് ചെയ്തതാണ്.
സ്പിയർ വരയ്ക്കുന്ന കണ്ടീഷൻ എല്ലാം നോക്കിയിട്ടുണ്ട്. പൊതുവെ മൊഡ്യൂൾ 4 മൊഡ്യൂൾ 3 ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്താ നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. എക്സെല്ലാം വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ക്യൂബ് വരയ്ക്കാം. ക്യൂബിന് പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ എങ്ങനെയാണെങ്കിലും എടുത്ത് വരയ്ക്കാം. ക്യൂബിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 30 mm ആണ്. എപ്പോഴും വരയ്ക്കുമ്പോൾ 90 ഡിഗ്രി എടുത്ത് വേണം വരയ്ക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ എറർ വരാം. ആക്ച്വലി ക്യൂബ് നമ്മൾ വരയ്ക്കാൻ പാടില്ല, തിന്നായിട്ട് വേണമായിരുന്നു വരയ്ക്കാൻ. ക്യൂബ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാം. ഈ ക്യൂബിൻ്റെ മുകളിൽ സ്പിയർ റെസ്റ്റ് ചെയ്യുന്നു. സ്പിയറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 50 mm ആണ്. ഇപ്പോൾ റേഡിയസ് 25 mm എടുത്തൊരു സർക്കിൾ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ മിസ്റ്റേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഈ ക്യൂബിൻ്റെ പോയിൻറ്റ്സ് അല്ലെങ്കിൽ എഡ്ജസ് ഒന്നും വിസിബിൾ അല്ല. അപ്പോൾ ഈ 2 ലൈൻസും എല്ലാം തിന്നായിട്ട് വേണം വരയ്ക്കാൻ. നമ്മൾ ആദ്യം വരച്ചപ്പോൾ തിക്കായിട്ട് വരച്ചു. ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. ബോട്ടം സോൾഡ് എന്ന് പറഞ്ഞാൽ ക്യൂബാണ്. ക്യൂബിൻ്റെ എൻഡ് എക്സ്റ്റെൻഡ്. ക്യൂബിൻ്റെ ഹൈറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 30 mm ആണ്. ഈ ക്യൂബ് ഓഫ് സൈഡ് 30 mm ആണ്. നമുക്ക് 30 mm ഹൈറ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ക്യൂബിൻ്റെ ഫ്രണ്ട് കംപ്ലീറ്റ് ആയി. ദെൻ സ്പിയർ. ഓക്കെ, സ്പിയർ വരയ്ക്കാൻ എൻ്റെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സെൻറ്റർ എടുത്താൽ മതി. സ്പിയർ ആകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ സിമ്പിളാണ് വരയ്ക്കാൻ. ഓക്കെ, സ്പിയർ ആകുമ്പോൾ ചെയ്യേണ്ടത് 30 mm 30 അല്ല 25 mm റേഡിയസ് ആണ്. ഫസ്റ്റ് സ്പിയറിൻ്റെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാം. ദെൻ ആ സെൻറ്റർ ചെയ്ത് സ്പിയറിൻ്റെ ഫ്രണ്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐസോമെട്രിക് അല്ല ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഈ ക്യൂബ് വിസിബിൾ അല്ല, അത് ശ്രദ്ധിക്കണം. ഫൈനൽ വ്യൂവിലൊന്നും അഫക്റ്റ് ചെയ്യില്ല. സോ നമുക്ക് നേരെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാം. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. ഐസോമെട്രിക് ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് ഇത് ഫസ്റ്റ് ഒരു ബോക്സ് ടോപ്പിനെ നേരെ ഒരു ബോക്സിലാക്കാം. ഈ ക്വസ്റ്റൻ ആക്ച്വലി ഓർത്തോഗ്രാഫിക് വ്യൂ ഒക്കെ വരയ്ക്കാതെ വരച്ചാലും ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. ശേഷം നമ്മൾ ഓർത്തോഗ്രാഫിക് വ്യൂ വരയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ ഫ്രണ്ട് വ്യൂ ടോപ്പിൻ്റെ മാർക്കിൽ കിട്ടും. ഓർത്തോഗ്രാഫിക് വ്യൂ ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ്ലി സുഖമായിട്ട് വരയ്ക്കാൻ സിമ്പിൾ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഡയറക്റ്റായിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ.
ഓക്കെ, ഫസ്റ്റ് സോൾഡ് എന്ന് പറയുന്നത് അകത്തെ ക്യൂബാണ്, അതാണ് ബോട്ടം സോൾഡ്. അപ്പോൾ അതിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷനാണ് ആദ്യം വരയ്ക്കേണ്ടത്. അതിൻ്റെ ബോക്സ് മാറിക്കണം. ഓക്കെ, നെയിമൊന്നും കൊടുക്കണമെന്നില്ല, ജസ്റ്റ് നെയിം കൊടുക്കുന്നതേ ഉള്ളൂ. ഇവിടെ നമുക്ക് 5 ആണ് ആക്ച്വലി വരുന്നത്. ഓക്കെ, ഇത് ഐസോമെട്രിക് പ്രൊജക്ഷനാണ്. എല്ലാ ഡയമെൻഷൻസിൻ്റെയും ഐസോമെട്രിക് ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനുവേണ്ടി ഐസോമെട്രിക് സ്കെയിൽ അല്ലെങ്കിൽ ഐസോമെട്രിക് ട്രയാങ്കിൾ ചെയ്യണം. സ്പേസ് ഉള്ള സ്ഥലം നോക്കിയിട്ട് ഐസോമെട്രിക് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. മാക്സിമം ഒരു 50 mm എടുത്താൽ മതി, കാരണം അതിന് മുകളിലെ ഡയമെൻഷൻസ് ഒന്നും നമുക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല. കാരണം ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് സ്പിയറിൻ്റെ കേസിലും ആ ഒരു 50 തന്നെയാണ് വരിക. വ്യൂ ആണെങ്കിൽ കുറച്ചുകൂടെ എടുക്കണം വന്നാൽ, കാരണം 15 × 1.22 അവിടെ വരണം. ഓക്കെ, ഈ സൈഡിൽ നിന്ന് 15 ഡിഗ്രി, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് 45 ഡിഗ്രി. ഓക്കെ, ഇപ്പോൾ ഐസോമെട്രിക് സ്കെയിൽ അല്ലെങ്കിൽ ഐസോമെട്രിക് ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ നമുക്ക് വേണ്ട ഡയമെൻഷൻസ് നോക്കാം. ഫസ്റ്റ് 1 2 എന്നുള്ള ബോക്സിൻ്റെ ഡയമെൻഷനാണ് വേണ്ടത്. നമുക്കറിയാം 1 to 5 mm ആണ്. 5 mm ആണ് നമ്മളിവിടെ ലൈൻ വരച്ചത്. ഇപ്പോൾ 5 mm ഐസോമെട്രിക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി എടുത്ത് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് 5 mm അല്ല, താഴത്തെ സോൾഡ് എന്ന് പറഞ്ഞാൽ ക്യൂബാണ്. അപ്പോൾ ക്യൂബിൻ്റെ ഐസോമെട്രിക് ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ക്യൂബിൻ്റെ ഐസോമെട്രിക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി താഴെ ജോയിൻ ചെയ്യാം. ദെൻ ക്രോസിംഗ് ലൈന് പാരലായിട്ട് ലൈൻ വരയ്ക്കുക. ഈ ഒരു ലെങ്താണ് ക്യൂബിൻ്റെ ഒരു ബോക്സിൻ്റെ ഐസോമെട്രിക് ലെങ്ത് എന്ന് പറഞ്ഞത്. നമുക്ക് നേരെ മാർക്ക് ചെയ്യാം. ക്യൂബാണ്, സോ ഡെഫിനറ്റ്ലി 4 സൈഡും സെയിം ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ആ ഒരു ബോക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്യാം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂബിൻ്റെ ഹൈറ്റും സെയിം തന്നെയാണ്. നമുക്ക് സെയിം ഡയമെൻഷൻ എടുത്ത് തന്നെ മാർക്ക് ചെയ്യുന്നത്. ക്യൂബാണല്ലോ, ജസ്റ്റ് ആർക്ക് ആദ്യം വരച്ചിട്ടേക്കാം. ക്യൂബിൻ്റെ ഹൈറ്റ് വെർട്ടിക്കലി മാർക്ക് ചെയ്യാം. നമുക്ക് മുകളിലെ ബോക്സും ഓക്കെ, 2 ബോക്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് താഴത്തെ ക്യൂബിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് സ്പിയറിൻ്റെ ഐസോമെട്രിക് വ്യൂവിലേക്ക് പോകാം. ഫസ്റ്റ് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്ത് ഇതായിരിക്കും ടച്ച് ചെയ്യുന്ന പോയിന്റ്. അതായത് ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റാണ് ഈ പോയിന്റ്. ദെൻ നമുക്ക് വേണ്ടത് ഈ ഒരു ഡിസ്റ്റൻസ്, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് വെച്ചിട്ട് സ്പിയറിൻ്റെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു സെൻറ്റർ ഡിസ്റ്റൻസ് എടുക്കുക. ക്വസ്റ്റ്യൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് കൺവേർട്ട് ചെയ്ത് വേണം എടുക്കാൻ. കാരണം സ്പിയറിൻ്റെ പാരാമീറ്റർ അല്ല, അതെപ്പോഴും ശ്രദ്ധിക്കണം. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പിയറിൻ്റെ പാരാമീറ്റർ അല്ല. സോ നമുക്കത് കൺവേർട്ട് ചെയ്തെടുക്കണം. ആ ലെങ്ത് നമ്മൾ കൺവേർട്ട് ചെയ്തു. നേരെ മുകളിൽ അറിയുമ്പോൾ ഇപ്പോൾ സ്പിയറിൻ്റെ സെൻറ്റർ നമുക്ക് കിട്ടി. അതാണ് സ്പിയറിൻ്റെ സെൻറ്റർ.
നെക്സ്റ്റ് സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് ഐസോമെട്രിക് വ്യൂ അല്ല, പ്രൊജക്ഷൻ ആയതുകൊണ്ട് സെയിം റേഡിയസ് ആയിരിക്കും വരിക. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് സ്പിയർ എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് തന്നെ റേഡിയസ് ആയിട്ട് എടുത്ത് വരയ്ക്കുന്നതാണ്. സോ നമുക്ക് ടോട്ടൽ ലെങ്ത് എടുക്കാം. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 30 ആയിരുന്നു തോന്നുന്നു. ഓക്കെ, ടോട്ടൽ ലെങ്ത് എടുക്കുന്നു. ആർക്കായിക്കൊണ്ട് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഡാർക്കായിട്ടുള്ള പോർഷൻസ് ഡാർക്ക്, റിമൈനിങ് ഡോട്ടർ ആക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ സ്പിയറിൻ്റെ കംപ്ലീറ്റ് ആയി. സ്പിയറിൻ്റെ പുറത്തുള്ളത് അകത്തുള്ള ഡോട്ടഡ് ആയിരിക്കും, പുറത്തോട്ട് വരുമ്പോൾ വിസിബിൾ ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇത് പ്രോപ്പറായിട്ട് ഡയമെൻഷനോട് ചെയ്യുക. സ്പിയർ റേഡിയസ് റെപ്രസെൻറ്റ് ചെയ്യുക. ഈ ലെങ്തും സെയിം ആയിരിക്കും. ആ ലെങ്ത് രണ്ടും റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ അതുപോലെ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആകുന്നുണ്ട്. ഇതോടുകൂടി മൊഡ്യൂൾ 4 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. നെക്സ്റ്റ് വീഡിയോയിൽ മൊഡ്യൂൾ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.